2025 ജനുവരി 7 മുതൽ 13 വരെ കേരള നിയമസഭ സംഘടിപ്പിച്ച നിയമസഭാ അന്താരാഷ്ട്ര പുസ്തകോത്സവം 3-ാം പതിപ്പിന്റെ ഭാഗമായി സീനിയർ വിഭാഗത്തിൽ ഓൺലൈൻ പുസ്തകാസ്വാദന മത്സരത്തിൽ 2-ാം സ്ഥാനം ലഭിച്ച തിരുമേനി SNDP സ്കൂളിലെ ടി നിഷാകുമാരിയെ PTA-യുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. R. രാജശ്രീയുടെ കല്യാണി എന്നും ദാക്ഷായണി എന്നും പേരായ 2 സ്ത്രീകളുടെ കഥ എന്ന നോവലിന്റെ ആസ്വാദനക്കുറിപ്പിനാണ് 2-ാം സ്ഥാനം ലഭിച്ചത്. സ്കൂളിൽ നടന്ന ചടങ്ങിൽ നിഷാകുമാരിക്ക് സ്കൂൾ മാനേജിംഗ് കമ്മിറ്റി അംഗം E.K. രാജൻ ഉപഹാരം നൽകി. PTA പ്രസിഡന്റ് KC പ്രസൂൺ അധ്യക്ഷനായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റെജി പുളിക്കൽ, സ്ഥിരം സമിതി ചെയർമാൻ KK ജോയി, പഞ്ചായത്ത് അംഗം KV പ്രവീൺ, പ്രധാനാധ്യാപകൻ PM സെബാസ്റ്റ്യൻ, NJ വർഗീസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ടി നിഷാകുമാരി മറുപടി പ്രസംഗം നടത്തി. വളരെ പ്രത്യേകതയുള്ള ഒരു പരിപാടിയാണ് ഇന്ന് ഈ സ്കൂളിൽ സംഘടിപ്പിച്ചത്. ഒരേ സമയം തന്നെ 3 പരിപാടികളുടെ ഔപചാരികമായ ഉദ്ഘാടനം. ആദ്യം തന്നെ പച്ചക്കറി വിളവെടുപ്പ്. സാധാരണ ഗതിയിൽ പച്ചക്കറി വിളവെടുപ്പുകൾ നാട്ടിൽ വ്യാപകമായിട്ട് നടക്കാറുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിക്കൊണ്ട് ഒരു സ്കൂളിൽ കുട്ടികൾക്ക് ആവശ്യമായ ഉച്ചഭക്ഷണത്തിനും മറ്റും ആവശ്യമായ എല്ലാവിധ പച്ചക്കറികളും വളരെ രാസവളങ്ങളോ കീടനാശിനികളോ ഒന്നും ചേർക്കാതെ തന്നെ വളരെ ശുദ്ധമായ രീതിയിൽ ഉണ്ടാക്കി അതത് ദിവസം ശേഖരിച്ച് അത് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ഉൽപ്പാദിപ്പിച്ചെടുത്തത് തീർച്ചയായും വളരെയേറെ അഭിനന്ദനം അർഹിക്കുന്നതാണ്. അതിന് ആത്മാർത്ഥമായി ശ്രമിച്ച ഈ സ്കൂളിലെ അധ്യാപകര്, കുട്ടികൾ, പ്രത്യേകിച്ച് ഇതിന്റെ പ്രധാന അധ്യാപകനായ ഈ സെബാസ്റ്റ്യൻ സാറിനെ ഈ സമയത്ത് പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് ആദ്യമായിട്ട്. അതുപോലെ തന്നെ എന്നെ ഏൽപ്പിച്ച ചുമതല ടീച്ചറെ അനുമോദിക്കുക, അവരുടെ ഉപകാരം വിതരണം ചെയ്യുക എന്നതാണ്. ടീച്ചറെ എനിക്ക് വർഷങ്ങളായി അറിയാം. ഏതായാലും സംസ്ഥാന തലത്തിൽ ഒരു പുസ്തക ആസ്വാദന മത്സരത്തിൽ ആസ്വാദനക്കുറിപ്പെഴുതി 2-ാം സ്ഥാനത്ത് എത്തുക എന്നത് ചെറിയ കാര്യമല്ല. വളരെ ഏറെ ആദരിക്കപ്പെടേണ്ട ഒരു സംഭവം തന്നെയാണത്. ടീച്ചർ ഇവിടെ ക്ലാസ് എടുക്കുന്ന ഒരു ദിവസം ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കുകയുണ്ടായി. വളരെ മനോഹരമായ രീതിയിൽ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്ന ഒരു അധ്യാപിക കൂടിയാണ് ടീച്ചർ. ഈ അധ്യാപനം എന്ന് പറയുമ്പോൾ അത് അറിവുണ്ടായാൽ മാത്രം പോരാ, അത് കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കാനുള്ള ഒരു കലാപരമായ ഒരു കഴിവ് കൂടി ഉണ്ടെങ്കിൽ മാത്രമേ അത് പൂർണ്ണമായും ഒരു അധ്യാപികയായി ശോഭിക്കാൻ കഴിയും. അപ്പൊ അക്കാര്യത്തിൽ തികച്ചും കലാപരമായി തന്നെ കുട്ടികളെ പഠിപ്പിക്കാൻ കഴിവുള്ള ഒരു അധ്യാപികയാണ്. തീർച്ചയായും അവർക്ക് ഈ അവസരത്തിൽ കിട്ടിയ ഈ ഒരു സമ്മാനം തീർച്ചയായും അത് അർഹിക്കുന്നത് തന്നെയാണ്. അത് കുറച്ചുകൂടി നേരത്തെ ലഭിക്കേണ്ടതായിരുന്നു. എന്തായാലും ഈ അവസരത്തിൽ അവരെ പ്രത്യേകമായി അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. അതുപോലെ തന്നെ ഈ സ്കൂളിലേക്ക് മാനേജ്മെന്റിന്റെ പ്രതിനിധി എന്ന നിലയിൽ ഈ സ്കൂളിൽ എനിക്ക് പറയാനുള്ളത്, ഈ സ്കൂളിലെ കുട്ടികൾക്ക് ശുദ്ധമായ കുടിവെള്ളം ലഭിക്കുന്നതിനായി നല്ല ക്വാളിറ്റിയോടുകൂടിയ ഒരു വാട്ടർ പ്യൂരിഫയർ സംഭാവനയായി നൽകിയ ലയൺസ് ക്ലബ്ബ് നേരത്തെ പല ചിൽഡ്രൻസ് പാർക്കുകളും പലതും സ്പോൺസർ ചെയ്തിട്ടുള്ള സ്ഥാപനമാണ്. ആ ലയൺസ് ക്ലബിന്റെ ഭാരവാഹികളോടും പ്രത്യേകിച്ച് അതിന്റെ പ്രസിഡന്റായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സുരേഷ് അവരുടെ അടക്കമുള്ള മുഴുവൻ ആൾക്കാരോടും മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുള്ള നന്ദിയും ഓരോരുത്തരെയും അറിയിക്കാൻ കൂടി ഈ അവസരം വിനിയോഗിക്കുകയാണ്. കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. കൊച്ചുകുട്ടികളാണ് കൂടുതലായിട്ടുള്ളത്. അവർക്ക് നേരത്തെ വീട്ടിൽ പോകേണ്ടതായിട്ടുണ്ട്. എല്ലാവരും ഒരിക്കൽ കൂടി അഭിനന്ദനം അറിയിച്ചുകൊണ്ട് നടത്തുന്നു. നന്ദി. പറഞ്ഞാൽ എങ്ങനെ പറയണമെന്ന് അറിയില്ല. ഇത്രയേറെ മനസ്സിൽ ഒരുപാട് സന്തോഷവുമായാണ് ഞാനിവിടെ ഇപ്പോൾ നിൽക്കുന്നത്. അതിന്റെ കാരണമൊക്കെ കുറെ ദിവസങ്ങളായി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എങ്കിലും ഇന്നത്തെ ഈ ദിവസത്തിൽ എൻ്റെ മാതൃവിദ്യാലയം 19 വർഷത്തോളമായി ഞാൻ ഈ വിദ്യാലയത്തിലെ അധ്യാപികയാണ്. എൻ്റെ വിദ്യാലയത്തിൽ നിന്നും വിദ്യാലയവുമായി ചേർന്ന് നിൽക്കുന്നവരിൽ നിന്നും എൻ്റെ ഒരു കുടുംബത്തിൽ നിന്നും ഞാൻ വാങ്ങിക്കുന്ന ഒരു വലിയ അനുമോദനമാണിത്. അത് എന്നും എപ്പോഴും ഞാൻ ഹൃദയത്തോട് ചേർത്ത് വെക്കുകയാണ്. ഒരു വലിയ സന്തോഷം. ആ ഒരു സന്തോഷം നിങ്ങളോടൊപ്പം നിന്നുകൊണ്ട്, നിങ്ങളോട് എല്ലാവരോടും ചേർന്നുകൊണ്ട്, എൻ്റെ കുഞ്ഞു മക്കളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അത് വാങ്ങിക്കുവാനും അതിൽ സന്തോഷം കൊള്ളുവാനും സാധിക്കും എന്നതിൽ വളരെയധികം അഭിമാനവും സന്തോഷവും തോന്നുന്നു. സ്നേഹവും സന്തോഷവും മാത്രം എല്ലാവരോടും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു.
ഇടപാടുകളിലെ സുതാര്യത, 70 കോടിയിലധികം പ്രവർത്തന മൂലധനം, 18 വർഷത്തെ പ്രവർത്തന മികവിലൂടെ സഹകരണ മേഖലയിൽ ചരിത്ര നേട്ടം കുറിച്ച് ചെറുപുഴ മർച്ചന്റ്സ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. നിക്ഷേപങ്ങൾക്ക് ഉയർന്ന പലിശ നിരക്കും പൂർണ്ണ സുരക്ഷയും. 25 ലക്ഷം രൂപ വരെ വ്യക്തിഗത വായ്പകൾ, വ്യാപാരികൾക്ക് പരസ്പര ജാമ്യത്തിൽ ബിസിനസ് വായ്പകൾ, കർഷകർക്കും തൊഴിലാളികൾക്കും കുറഞ്ഞ തവണ വ്യവസ്ഥയിൽ വായ്പകൾ, കുറഞ്ഞ പലിശ നിരക്കിൽ വളരെ വേഗത്തിൽ സ്വർണ്ണ വായ്പ, സേഫ് ഡെപ്പോസിറ്റ് ലോക്കർ സൗകര്യം, ഇന്ത്യയിലെ ഏത് ബാങ്കുകളിലേക്കും പണമയക്കാവുന്ന RTGS NEFT സൗകര്യം. ചെറുപുഴ, പെരിങ്ങോം, വയക്കര പഞ്ചായത്ത് പരിധികളിലായി 3 ബ്രാഞ്ചുകൾ. ഇച്ഛാശക്തിയുള്ള ഭരണസമിതി, ജനകീയമായി ഇടപെടലുകൾ നടത്താനും അറിയുന്ന ജീവനക്കാർ. നിങ്ങളുടെ ധനകാര്യ ഇടപാടുകൾക്ക് ഏറ്റവും വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം ചെറുപുഴ മർച്ചന്റ്സ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ഹെഡ് ഓഫീസ് ചെറുപുഴ. ഞങ്ങളുടെ ബ്രാഞ്ചുകൾ: മെയിൻ ബ്രാഞ്ച് ചെറുപുഴ, ഫോൺ 04985243255. ഈവനിംഗ് ബ്രാഞ്ച് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ, ഫോൺ 04985242255. പാടിയോട്ടുചാൽ ബ്രാഞ്ച്, ഫോൺ 04985242155.